സമസ്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര പരിപാടിയിലേക്കാണ് ക്ഷണം. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മോദി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ? കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവല്ലോ. പ്രതീക്ഷ, ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം 2027 ജനുവരിയിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വിദേശ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്കാണ് പ്രധാനമന്ത്രിയെ കാന്തപുരം ക്ഷണിച്ചിട്ടുള്ളത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന അനുകൂല നിലപാട് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പാണ് നരേന്ദ്രമോദി മലേഷ്യയിൽ സന്ദർശനം നടത്തി ചില സുപ്രധാനമായ ചില ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തത്. ഈ മലേഷ്യൻ പ്രധാനമന്ത്രിക്ക് കാന്തപുരവുമായി വളരെ അടുത്ത ബന്ധമാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം കാന്തപുരത്തെ നേരിട്ട് വന്ന് ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നയതന്ത്ര സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി ഇത്തരം ഈ സമ്മേളനത്തിൽ ക്ഷണം സ്വീകരിക്കാനുള്ള ഒരു സമ്മതം അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരം സമസ്ത സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായാണ് ഒരു മുസ്ലിം സംഘടന, കേരളത്തിലൊരു മുസ്ലിം സംഘടന ആ തരത്തിൽ മോദിയെ ക്ഷണിക്കുന്നത്. അതിൽ അദ്ദേഹം വരികയാണെങ്കിൽ ആ തരത്തിൽ ചരിത്ര സംഭവമായി മാറുകയും ചെയ്യും. ഏതായാലും നേരത്തെ കൂടിക്കാഴ്ചയിൽ മറ്റു പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയായിരുന്നു. SIR, വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചില ആശങ്കകൾ കാന്തപുരം പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം അനുകൂല നിലപാടെടുക്കാം. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ UP യിൽ ബറേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില വിഷയങ്ങളിൽ അവിടെ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ മുസ്ലിം വിഭാഗത്തിനെതിരെ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ കാന്തപുരം അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിലും അനുകൂല നിലപാട് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത് ഈ സമസ്ത സമ്മേളനത്തിലേക്ക് മോദിയെ ക്ഷണിക്കാനായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്.